എന്തോ ഒരു സാധനം ഇങ്ങനെ ഇഴഞ്ഞു പോകണ പോലെ ഇവിടെ ഒരു കടി കെട്ടിയ പോലെ ഒരു പെട്ടെന്ന് ആർക്ക്? എനിക്ക് പഠിച്ചേട്ടൻ്റെ അടുത്തായിരുന്നു ഞാൻ തുണി എടുക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പഠിച്ചങ്ങോട് ഇടിക്കാതെ കടന്ന് കരയാൻ തുടങ്ങി. പണിച്ചേട്ടനും വന്ന എന്നെ ഇങ്ങനെ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് വണ്ടിയിലോട്ട് എടുത്തിട്ടിട്ട് ഒരു പോക്കങ്ങോട്ട് പോയിട്ട് അന്ന് ആ ഒരു സംഭവമൊക്കെ നമ്മുടെ ലൈഫിലെ അതൊക്കെ പതിഞ്ഞിറക്കുന്ന സാധനങ്ങളല്ലേ വല്ലതും. അത് എന്നെ എടുത്തുകൊണ്ട് ഒരു പോക്കുണ്ടെന്ന്. സലീമേട്ടൻ ഇപ്പൊ സമബ്രോന്റെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ അമ്പലം എന്നും പറഞ്ഞത് ഭയങ്കരമായിട്ട് ഇതായി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അത് പുള്ളി ആ സാധനം നോട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ വാപ്പിച്ച് മരിച്ചതിന് ശേഷം 18 വയസ്സ് ആയിട്ടുണ്ടായില്ല ക്യാക്ക്. നേരെ ഇറങ്ങേണ്ടി വന്നു ഇതിലേക്ക്. ഇറങ്ങി ചെയ്തു. പുള്ളിക്ക് ശ്വാസം മുട്ടലായി. അതിന് വയസ്സ് ചെയ്തിട്ട് ക്യാൻസർ. അന്ന് കെമിക്കൽ ഭയങ്കരമായിട്ട് കെമിക്കൽ ഭയങ്കര ക്യാക്ക് പറ്റാണ്ടായി. തിരുകുനല്ലേ ഞാനാണ് മറ്റേ മെയിൻ ദിലീപില്ലേ. ഞങ്ങൾ ബൈക്കൊക്കെ ഓടിച്ചു തന്നെ എൻ്റെ ശരീരമാണ്. നാദ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ആക്ച്വലി എന്തായിരുന്നു? നാദ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പണ്ട് നാദിർ ഷാ അബി ദിലീപ് എന്നായിരുന്നു. നാദിർ ഷാ അബി ദിലീപ് ഇവർ മൂന്നുപേരും കൂടി കൂടിയതാണ് നാദ് ഗ്രൂപ്പ്. ഫോർ ദ പീപ്പിൾ എന്നെ നായകവേഷത്തിലോട്ട് എന്നെ സെലക്ട് ചെയ്യാനാണ്. കൺട്രോളേഴ്സിനെ വിളിക്കുന്ന അവർ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ജയറാം സാറ് രാത്രി വിളിക്കുന്നത് സമത അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കാര്യം അത് നമ്മൾ തകർന്നു പോയൊരവസ്ഥ. പാട്ട് പാടാൻ ഞാൻ ചാൻസ് ചോദിക്കാറില്ല. ഒരു പക്ഷെ അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെ. പക്ഷെ ഞാൻ അവിടെ അഭിനയിക്കാനേ ലൊക്കേഷനിൽ പോയി അവിടെ നിന്ന് പെട്ടിയും ബാക്കായിട്ട് വീട്ടിൽ വന്നപ്പോൾ ഇഷ്ടംമാരെ. ഇപ്പം നാദൃശ്യക്കാര് നമ്മൾ ഓരോ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് ഈ വിഷമം അദ്ദേഹത്തിന് എവിടെ പ്രകടിപ്പിക്കുക? ഈ പല സ്ഥലങ്ങളിലും പുള്ളിക്ക് ഇപ്പോഴൊരു അംഗീകാരം കിട്ടാത്തത്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെ വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിതാ സ്വീകരിക്കുന്നത്. കാരണം വേറെ ആരുമല്ല, ഒരുപാട് കുറച്ച് കാലങ്ങളായിട്ട് തന്നെ ഒരുപാട് പാട്ടുകളൊക്കെ പാടി നമ്മളെ ഞെട്ടിച്ച് നമ്മൾ ഇഷ്ടപ്പെടുത്തിയ ഒരു കലാകാരനാണ് നമ്മുടെ സ്വന്തം സമദ് സുലൈമാൻ. നമസ്കാരം. സമദ്ക്കാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒപ്പം തന്നെ പറയേണ്ട ഒരാളാണ് നാദൃശിക്ക. കാരണം നമ്മളെ മലയാളികളെ വേറൊരു രീതിയിലേക്ക് കോമഡി എത്തിച്ച അല്ലെങ്കിൽ ലൈവായിട്ട് എത്തിച്ച അത് വളരെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് സിനിമയിലേക്കും ആ ഗ്രൂപ്പിനെ എത്തിച്ച ഒരാളാണ് നാദൃശിക്ക. അപ്പോൾ എന്തായാലും നാദൃശിക്കയുടെ അനിയൻ എന്നുള്ള രീതിയിലും കൂടി ഭയങ്കര സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നത്. താങ്ക് യു. എന്തായാലും എങ്ങനെ പോകുന്നു? ഇപ്പോൾ ആക്ടിങ് പരിപാടിയിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. സ്പായിലാണ് വന്ന് നിൽക്കുന്നത്. ഞാനിപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ചെയ്ത് സ്പാ എബ്രിക്കിൻ്റെ പടം. അത് ഷൈൻ്റെ അടുത്ത് ഞാനിതുപോലെ പല ഇതിലും കാണുമ്പോഴൊക്കെ പണ്ട് ഷൈൻ മറ്റേ വനിത ഫോട്ടോഗ്രാഫറായി നിൽക്കുന്ന സമയത്ത് എബ്രിക് ഷൈൻ. അപ്പോൾ ഞാൻ അന്ധകാലം തുടങ്ങി എനിക്ക് അറിയാം. അപ്പോൾ അദ്ദേഹം മറ്റേ ആക്ഷൻ ഹീറോ ബിജു ഒക്കെ ചെയ്തപ്പോൾ ഞാൻ അടുക്ക് വിളിക്കും, അങ്ങനെ സംസാരിക്കും. അങ്ങനെ കൊറോണ സമയത്താണ് നമ്മളുടെ ഈ എല്ലാവരും ലോക്ക്ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഈ പെറ്റിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എൻ്റെ കയ്യിൽ കുറേ ക്യാറ്റ്സ് ഉണ്ടായിരുന്നു, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാറ്റ്സ്. അങ്ങനെ ഭയങ്കര. അപ്പോൾ എനിക്കൊരു കോള് തന്നെയാണ്, ഇങ്ങനെ ഷൈനാണ് സമത. പറയാം എടാ എനിക്ക് 2-3 ക്യാറ്റ്സ്, നിൻ്റെ കയ്യിൽ കുറേ ക്യാറ്റ്സ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൂച്ച അങ്ങനെ വീണ്ടും പൂച്ചയിൽ നിന്നും വീണ്ടും തുടങ്ങി കണക്ഷൻ തുടങ്ങി. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും, ഇങ്ങനെ നിങ്ങളുടെ സിനിമ അവിടെ നോക്കടാ നമുക്ക് അങ്ങനെ. അന്ന് ഈ രണ്ടാമത് കണക്ഷൻ തുടങ്ങുമ്പോൾ പുള്ളി ഓൾറെഡി സിനിമ ചെയ്തിട്ടുണ്ടോ? ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞ് പുള്ളി 2-3 പടങ്ങൾ പണി തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ പുള്ളിയോട് സംസാരിക്കുമ്പോഴും പുള്ളിയുടെ അടുത്ത് ഞാനിങ്ങനെ ഒരു പരിപാടിയൊക്കെ നമുക്ക് വേണം കേട്ടോ തരാം നോക്കടാ എന്നൊക്കെ പറയും. അതിപ്പോൾ എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെയുള്ള പറയണം. അങ്ങനെ വൺസ് അപ്പോൺ എ ടൈം കൊച്ചി എന്നും പറഞ്ഞിട്ടൊരു ക്യാക്കാട ഭരതറിൻ്റെ ഒരു പടത്തിൽ ഞാനൊരു SHO രഘു എന്നും പറഞ്ഞിട്ടൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു, ഷൈൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സീൻസൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഞാൻ ചെയ്ത പരിപാടി. അപ്പോൾ പുള്ളി പറഞ്ഞാൽ കൊള്ളാലിവൻ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് എടാ നീ ട്രൈ ചെയ്ത്. ഞാൻ പറഞ്ഞു നിങ്ങളോടൊക്കെ. അപ്പോൾ ക്യാക്ക പറഞ്ഞു ഷൈന എൻ്റെ പടത്തിൽ അഭിനയിക്കണേലുപരി നിങ്ങളുടെയൊക്കെ സിനിമയിൽ ഇവൻ അഭിനയിച്ചാലാണ് അതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ, അതിനൊരു ആർട്ടിസ്റ്റ്.
നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവനൊന്ന് വിളിച്ചു കൊടുക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും ആഷിക്കാന്നും പറഞ്ഞിട്ട് അവരെന്താ സബ്ജക്റ്റ് സംസാരിക്കാൻ വേണ്ടി വന്നു. പക്ഷെ അതിനുശേഷം ഞാൻ പുള്ളിയുടെ പേഴ്സണൽ നമ്പർ ഞാൻ വിളിക്കും, പുള്ളി സംസാരിക്കുക. അപ്പോൾ അങ്ങനെ പുള്ളി അങ്ങനെ ഒരു ദിവസം എനിക്ക് കോള് തന്നെയാണ്, സമത നീ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു എടാ ഒരു പരിപാടി ഉണ്ട്, ഞാനൊരു പുതിയ പടം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് വൈഫിന് പ്രശ്നമാവോ, വീട്ടിൽ പ്രശ്നമാവരുത്, ഇതാണ് പരിപാടി, സ്പാ, അതിൽ കുറച്ച് സീക്വൻസും പരിപാടികളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു എന്താണ് അതിൽ? അല്ല സ്പാന അറിയാമല്ലോ അതിനെ എന്നാലും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങളല്ലേ ഡയറക്റ്റ് ചെയ്യണം, എബ്രിക് ഷൈൻ്റെ സിനിമയാണ്, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്നത്, എനിക്ക് ഇന്നതാണ് എന്താണെന്ന് എനിക്കൊരു പ്രശ്നമില്ല. അതുകൊണ്ട് അങ്ങനെ എൻ്റെ വൈഫോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളും അല്ല, കാര്യം അവൾ പഠിച്ചതൊക്കെ പുറത്താണ്, അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ആളാണ്. ഞാൻ എഗ്രി ചെയ്തു. അങ്ങനെ പുള്ളി അതിനെക്കുറിച്ച് പിന്നെ ആ കഥാപാത്രത്തിന് പുള്ളിക്ക് എന്തോ ഒരു വീട്ടിൽ വന്നപ്പോഴൊക്കെ എൻ്റെ വൈഫായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ ഭയങ്കര ഇതായിട്ട് വന്നപ്പോൾ എടാ എനിക്ക് ആ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എൻ്റെ അതിനകത്തൊരു ഗുണ്ട പരിപാടി തന്നു, സേഫായിട്ടുള്ളൊരു. പക്ഷേ ആദ്യം പറഞ്ഞെന്ന് മാറി, ആദ്യം പറഞ്ഞ സാധനത്തിൽ നിന്ന് പുള്ളി വേറെ പക്ഷേ എനിക്ക് തോന്നണം അതാ കുറച്ചും കൂടെ. പക്ഷേ പുള്ളി എനിക്ക് അതിനകത്തൊരു ആ സ്പാ എന്ത് പ്രശ്നം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ അവർ ഗുണ്ട മാർട്ടിൻ എന്നും പറഞ്ഞിട്ടൊരു കഥാപാത്രം അപ്പം തന്നെ എന്നെ വിളിക്കുന്നു, ഞാൻ അവിടെ വന്ന് അവരെ കൈകാര്യം ചെയ്യുന്നു. അപ്പം നമ്മളിത് ചെയ്യണ കാണുമ്പോൾ പുള്ളി ഇങ്ങനെ സമത കൊള്ളാടാ അടിപൊളി, പുള്ളി അപ്പം തന്നെയാണ് ഡയലോഗും കാര്യങ്ങളൊക്കെ എഴുതി തന്നെ സ്പോട്ടിൽ സ്പോട്ടിൽ പറയും, എഴുതി തന്നത് അപ്പ ഉള്ള ഡയലോഗ്സുകൾ നമ്മൾ ചെയ്യണ അനുസരിച്ചിട്ട് നമ്മളങ്ങോട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തു. അപ്പോൾ എനിക്കും ഭയങ്കര ഞാൻ പല ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇത്രയും ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റിയൊരു സിനിമ, ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് കേൾക്കാനെ വിളിച്ചു പുള്ളി, പക്ഷേ ഞാൻ ഗംഭീരമായിട്ട് നല്ല ആർട്ടിസ്റ്റാണ്, നല്ല ടൈമിങ് പറഞ്ഞ് സംസാരിച്ചു. പക്ഷെ ആ പടം ഇറങ്ങിയപ്പോഴും മാക്സിമം എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനൊക്കെ പുള്ളി മാക്സിമം നല്ലൊരു എന്നോട് ഞാൻ അതിന് ഇന്റർവ്യൂ എടുത്തപ്പോൾ എന്നെ മാറ്റി നിർത്തി പുള്ളി പറഞ്ഞു സമുദ്രത്തിൽ നന്നായിട്ട് കേട്ടിട്ടുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല അതിന്റെ അപ്പുറം ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെ പറഞ്ഞു. അതാണ് പുള്ളി ഭയങ്കരമായിട്ട് എന്താ പറയാ, എന്നോടൊരു പ്രത്യേക ഇത്രയും വലിയൊരു എബ്രിക് ഷൈൻ എന്ന് പറഞ്ഞൊരു വലിയ ഡയറക്ടർ, അതിലുപരി എനിക്ക് പുള്ളിയുടെ ഫോട്ടോഗ്രാഫി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു. അപ്പോൾ വലിയ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാൽ അതിനുവേണ്ടി പഠിക്കുകയാണ് ഇങ്ങേര്. അപ്പോൾ മറ്റേ ആക്ഷൻ ഹീറോ ബിജു ചെയ്തപ്പോൾ പോലീസ് സ്റ്റേഷനിലും പോലീസുകാരെ കുറിച്ചും ഇയാളെ മറ്റേ എല്ലാ ആക്ടേഴ്സിനെയും കൊണ്ട് അതുകൊണ്ട് പഠിപ്പിച്ചിട്ടാണ് പുള്ളി എന്താന്ന് പുള്ളി. അതുപോലെ തന്നെ ആയിരുന്നു ഇതും. സ്പാ എന്ന് പറഞ്ഞ വർഷങ്ങൾക്ക് മുന്നേ ചെയ്യാനിരുന്ന ഒരു കോൺസെപ്റ്റാണ്, പക്ഷെ അതിന് അവസരം ഇപ്പോഴാണ്. അന്ന് സ്പാ ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അത്ര അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു ഡയറക്ടറിന്റെ സിനിമയിൽ വന്ന് എത്തിയിരിക്കുന്നു. അതിനു മുന്നേ പ്രിയദർശൻ എന്ന് പറഞ്ഞ വലിയൊരു ഡയറക്ടറിന്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചു, കൊറോണ പേപ്പേഴ്സിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞു വന്നിട്ട് അല്ല ഇതിനു മുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞത് കുറേ സിനിമകളിൽ നമ്മൾ ലെജൻസിന്റെ പടമൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് വേണം പല കോലായതിൻ്റെ പേരിലാണ് ആൾക്കാർക്ക് എന്നോട് പറയും ഇങ്ങനെ അവിടെ ആ പടത്തിൽ ഈ പടത്തിൽ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കൊറോണ പേപ്പേഴ്സിൽ നല്ല വേഷമായിരുന്നു. ഈ ലെജൻസ് ഇവരുടെയൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, നമ്മളങ്ങ് കൂളായിട്ട് അങ്ങ് വിട്ടു തരുമല്ലേ. പ്രിയൻ സാറേ എൻ്റെ അടുത്ത് പറഞ്ഞു എടാ എനിക്ക് അവിടുന്ന് ചാടാൻ പറ്റും. ഞാൻ പറഞ്ഞു ചാടാ സാറേ. എടാ എന്നാലും വേണ്ട, എനിക്ക് ടെൻഷനാണ്, നീ ഇല്ല സാറേ ഞാൻ ചാടിക്കാം. ഓക്കെ ചാടുന്നു അടിക്കുന്നു അറിയുന്നു. പുള്ളി മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കൊരു കിടന്ന് ലാലേട്ടനൊക്കെ പോലത്തെ ലെജൻസൊക്കെ കിടന്ന് മറിഞ്ഞതാണ്, അഴിഞ്ഞാടിയതാണല്ലോ. അപ്പോൾ ശരിക്കും ബാക്കോട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് മീനത്തിൽ താലികെട്ടിൽ ദിലീപിന്റെ കൂടെ ഉണ്ടാകുന്ന കൂട്ടുകാരന്മാരായിട്ടാണ് തുടക്കം. പക്ഷെ വളരെ കുറച്ചാണെങ്കിലും ആ വേഷം അതിരാത്രി ചോദിക്കണതും അത് തന്നെ. അന്ന് എത്രയല്ല പഠിക്കുന്നത് ആക്ച്വലി? അന്ന് എന്താ ചെയ്യുന്നത്? എന്താ 6ലോ 7ലോ 7ാം ക്ലാസ് പഠിക്കുന്നത് തോന്നുന്നു. അതെ, ആ സമയത്ത് പഠിക്കണത് എൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ചിട്ടായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അപ്പോൾ അതിൻ്റെ ഒരു സീക്വൻസ്, അപ്പോൾ തിലകൻ ചേട്ടനെ അവരവരൊക്കെ വീട്ടിൽ വന്നിരിക്കുന്നു, ദിലീപ് ചേട്ടൻ. അപ്പോൾ ലാൽ ജോസായിരുന്നു എൻ്റെ അസോസിയേറ്റ്. ഓക്കെ. ആ പുള്ളി അപ്പോൾ ഞാനിങ്ങനെ സ്കൂൾ യൂണിഫോം ഇട്ട് ഇങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടി നിന്നപ്പോഴാണ്
ഇത് മറ്റേ ക്യാരക്ടർ ഇവനോട് അപ്പോൾ പിന്നെ ലാൽ ജോസാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അതിലേക്ക് എന്നെ അഭിനയിപ്പിക്കണത്. പുള്ളി ഇങ്ങനെ മറ്റേ സാധനം ചെയ്യും. അങ്ങനെയാണ് ഞാൻ ആ സിനിമയിൽ ചെയ്യണത്. അതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് കിട്ടിയ ആ പടം ഇന്നും വളരെ രസകരമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പടമാണ്. ഒരു രക്ഷയില്ലാതെ പോയേക്കുന്നത്. പക്ഷെ അത് എന്നെ കണ്ട മീശ ഒന്നുമില്ലാത്ത പയ്യനാണ്. പയ്യൻ, അതെ അതെ. അതുവരെ ആക്ടിങ് എന്നൊരു സാധനം മനസ്സിലുണ്ടായിരുന്നോ? ഇല്ല, ആ ഒരു പ്രായത്തിലൊക്കെ ഒരു സാധനമൊന്നും അങ്ങനെ എന്തെന്നുള്ളൊരു ചോദ്യത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കാര്യം. ഞാൻ ആ സമയത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ മോശം പഠിക്കാനും കൊള്ളൂലായിരുന്നു, പഠിച്ച തലയിലോട്ടും കയറൂല. അതുപോലെ എൻ്റെ വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ ഏകദേശം ഓരോരുത്തരും എന്തെങ്കിലും ആവും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാക്കയാണ് വീടും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്യാക്ക എന്താണെന്ന് വെച്ചാൽ എന്നെ ഭയങ്കരമായിട്ട് പുന്നാരിച്ച് ക്യാക്ക എന്നെ അങ്ങനെ നോക്കണ കൂടെ ഉണ്ടായിരുന്നു. കൂടെ എൻ്റെ എന്ത് വിഷമമുണ്ടെങ്കിൽ പുള്ളി സഹിക്കില്ല, പുള്ളി ഇപ്പോഴും. അപ്പോൾ ആ സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ പല കാര്യങ്ങളും കാണിക്കും. അപ്പോൾ ഉമ്മിച്ചി വന്നിട്ട് ക്യാരടുത്തോറും അവൻ ഹൗസ് സ്കൂളിൽ അത് കുഴപ്പമില്ല ഉമ്മിച്ച, അങ്ങോട്ട് എന്ത് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇത് ചെയ്യുന്നു. അപ്പോൾ നീ ഇങ്ങനെ വളം വെച്ച് കൊടുത്തു, അവനിങ്ങനെ ചീത്താവെന്നൊക്കെ പറഞ്ഞു ഇവന്. അപ്പോൾ എന്തെന്നുള്ളൊരു സാധനത്തിൽ ഞാൻ നിൽക്കുക. അന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ ഒരു ഗവൺമെൻറ് സ്കൂളിലായിരുന്നു പഠിച്ചത്. ഈ 8ാം ക്ലാസ് പാതാളത്ത്. അതുള്ളൂ നിവൃത്തി. സ്കൂളിൽ പോയപ്പോൾ പഠിച്ചതൊക്കെ ഫാക്ടറി ഹൈസ്കൂളിൽ അങ്ങനെ അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത. ക്യാക്കായ എൻ്റെ ഒരു മൂത്തൊരു ഷൗക്കത്ത് എന്ന് പറഞ്ഞ ബ്രദറുണ്ട്, എൻ്റെ നേരെ മൂത്ത്. പുള്ളി പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു. ഈ FACTയിൽ ജോലിയുള്ളവർക്കാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് FACT സ്കൂളിൽ പഠിക്കാന്ന് പറഞ്ഞാൽ മന്ത്രിമാരുടെയൊക്കെ മക്കളൊക്കെയാണ് അന്ന് അവിടെ പഠിച്ചത്. ഓൺ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉള്ളൊരു അവിടെ പഠിച്ച അവർ രണ്ടുപേരും. അപ്പോൾ പിന്നെ എന്നെയൊന്നും അങ്ങനെ ഞാൻ പഠിക്കാനും മോശം, പിന്നെ പഠിക്കാൻ ഇവിടെ അവിടെ തന്നെ കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ SFI ഇതൊക്കെ നിന്ന് പാർട്ടി ബേസിൽ നിന്ന് അവിടെ സ്കൂൾ ലീഡറായി. മൊത്തം സമരവും പ്രശ്നങ്ങളും ഇടിയും ബഹളവും ബസ് വെല്ലിപ്പൊളിക്കും വളരെ മോശം. കൂട്ടുകെട്ട് അതുപോലെയായിരുന്നു കാര്യം. അന്ന് ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ വരുമ്പോൾ ഡാൻസ് ചെയ്യുന്നു. അന്ന് ഡാൻസ് ആയിരുന്നു ഞാൻ ഭയങ്കര. ബ്രേക്ക് ഡാൻസ് പരിപാടി, മറ്റേ ഫയർ ഡാൻസ്, ഇങ്ങനെ പരിപാടികളൊക്കെ. അപ്പോൾ അന്ധകാലത്തിൽ ആ ഡാൻസ് കളിക്കുന്ന സമയത്ത് ശ്രീജിത്ത് എന്ന് പറഞ്ഞു, ഇപ്പം ശ്രീജിത്ത് മാസ്റ്റർ ഇപ്പം മറ്റേ സിനിമയൊക്കെ ചെയ്യണം, മൂൺ വാക്ക് എന്നൊക്കെ പറഞ്ഞു. അവരൊരു ഗ്യാങ് ഉണ്ടല്ലോ മൊത്തം ആ സിനിമയിലെ അവരുടെ ഒരു കഥയാണ് അത്. എനിക്ക് ഈ ഡാൻസിനോട് ഭ്രമം തോന്നിയിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടക്കലും ഈ മൈക്കിൾ ജാക്സന്റെ ഭയങ്കര ആരാധകനായിരുന്നു. അയാളുടെ മൂവ്മെൻറ്റ്സും പരിപാടി. അങ്ങനെ ഈ ഡാൻസ് പഠിക്കാൻ വേണ്ടി ശ്രീജിത്തിൻ്റെ അടുത്ത് നിന്നു, ശ്രീജിത്ത് പഠിപ്പിക്കുന്നു, അവിടെ നിന്ന് വേറെ കണക്ട് ചെയ്ത് അങ്ങനെ. അപ്പോൾ ജീൻ ഷാക്ക് എന്ന് പറഞ്ഞൊരു പണ്ടത്തെ ഒരു അറിയാം സൗത്തിലൊരു കടയുണ്ടായി ജീൻ ഷാക്ക്. ജീൻ ഷാക്കിൽ നിന്ന് ജീൻസ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. അതിൻ്റെ ഓണർ സെബി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവനും ഫയർ ഡാൻസിൻ്റെ ഡാൻസ് കളിക്കണം. അങ്ങനെ കുറേ ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫയർ ഡാൻസൊക്കെ അന്ന് ഈ ഫയർ ഡാൻസൊക്കെ ഇപ്പം പേടിയാവും നമ്മൾ അതൊക്കെ ഓർക്കുമ്പോൾ വെച്ചിട്ട്. അന്ന് ഭയങ്കര അത്ഭുതമായിരുന്നു എല്ലാവർക്കും. രോമൊക്കെ ചിലപ്പോൾ അന്ന് രോമൊന്നും ഉണ്ടായില്ല, എന്നാലും ഇടയ്ക്ക് ഒരു ടൈമിംഗ് ആണ് ഇത് വരച്ച് പോണത്. അപ്പം അങ്ങനെ റിസ്ക് ഒക്കെ എടുത്തു. അങ്ങനെ ആ സമയത്ത് ഇവിടെ സ്കൂളിൽ അങ്ങനെ പ്രശ്നം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഡാൻസ് കളിക്കുന്നു. അപ്പോൾ അത്യാവശ്യം പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ ഹീറോ, പിന്നെ ചെറിയ മിമിക്രി പരിപാടി, മിമിക്രി ചെയ്യുന്നു. ഞാൻ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി ചെറുതായിട്ടൊക്കെ നിന്ന്. സൗണ്ടൊക്കെ അനുകരിക്കുമായിരുന്നു അന്ന്. സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഫിലോമിനയുടെ ഒക്കെ സൗണ്ടൊക്കെ അന്ന്. ഫിലോമിന അങ്ങനെയൊക്കെ അന്ത കല എനിക്ക് ഓർമ്മയില്ല. അന്ന് കുറേ സാധനങ്ങൾ മറ്റേ എന്താണ് മിസ്റ്റർ വിഷയം മറ്റേ ഇതൊക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ തബല ജോർജ് ഏട്ടൻ്റെ ആ സാധനം അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഈ സമയത്ത് അപ്പുറത്തേക്കൊക്കെ തകർക്കാണ് മിമിക്രിയിൽ. ക്യാക്ക ഭയങ്കരമായിട്ട് ആ സമയത്ത് അവിടെ തകർത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് എനിക്ക് തോന്നുന്നത് AR റഹ്മാൻ്റെ കാസറ്റ്സ് ഒക്കെ ഇറങ്ങണത്, ചിക്കുപ്പുക്കുറയില്. അങ്ങനെ
അപ്പോൾ ഈ കാസറ്റ് ഇങ്ങനെ നിരത്തി വെച്ചു. അപ്പോൾ അന്ന് ഈ റഹ്മാൻ്റെ കാസറ്റ് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിയ ചൂടപ്പം പോലെ വിറ്റു വീണം. കാസറ്റ് കാണാൻ തന്നെ നല്ല ഭംഗി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ റോപ്പിൽ വെച്ചേക്കണല്ലോ, ഇങ്ങനെ എടുക്കും. എടുത്തിട്ട് എവിടെ അത് നോക്കിയടാന്നൊക്കെ പറഞ്ഞു. ബാബു അവിടെ മറ്റേ ഇത് ചെയ്തു, അത് തുറന്ന് പതുക്കെ ഇത് ചെയ്ത് തുറന്നിട്ട് കാസറ്റ് എടുത്തിട്ട് ഇതിലോട്ട് കൊടുത്തിട്ട് ഇത് കവർ മാത്രം അങ്ങനെ അവിടെ വെച്ചു. ഇങ്ങനത്തെ കാറാം. എന്നിട്ട് ബാബു പിടിച്ച് ഒരു ദിവസം പിടിച്ചിട്ട് നാർഷ അപ്പം ഞാനല്ലെങ്കിൽ ഇവിടെ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ബാബുചാറിന് പിന്നെ എന്നോടുള്ളൊരു ഇതും കൊണ്ട് പുള്ളി അങ്ങനെ വിട്ടു. അപ്പോൾ നമ്മൾ പാട്ട് പഠിക്കാനും വന്ന് ഡാൻസും പരിപാടിയൊക്കെ അങ്ങനെ പിന്നെ പാട്ടും പരിപാടികളോട്ട് ഒരു ജസ്റ്റ് ഒരു വെറുതെ മൂളിപ്പാട്ടും പരിപാടിയൊക്കെ ഇങ്ങനെ പാടും. ഫ്രീസർ ഉണ്ടാക്കാൻ പഠിക്കുന്ന സ്ഥലത്തു നിന്നാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് വന്നത്. ഞാൻ എടപ്പള്ളിയിൽ പെങ്ങളുടെ വീടിൻ്റെ അടുത്താണത്. അവിടെ പോയി ഫ്രീസർ ഉണ്ടാക്കാൻ പഠിക്കും. ആദ്യം തന്നെ ഇതൊക്കെ മറ്റേ ഇത് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. ഫ്രീസർ വെൽഡിങ് എല്ലാം പഠിച്ചു, എല്ലാ കാര്യങ്ങളും ഫ്രീസർ ഇതൊക്കെ ചെയ്തു. അന്ന് ഇവർ കൂടെ ഉള്ളവർ ഭയങ്കര സപ്പോർട്ടാണ്, പിള്ളേരൊക്കെ. അങ്ങനെ ദിലീപേട്ടനൊക്കെ അന്ന് സിനിമയിൽ അഭിനയിക്കേണ്ട സമയത്തൊക്കെ എൻ്റെ അവിടെ ഫ്രീസർ അവിടെ വന്നിട്ടുണ്ട് കാണാൻ. അവിടെ നിന്നാണ് പാട്ടിൻ്റെ ഒരു പരിപാടി. ഞാൻ അതൊക്കെ മൂളിപ്പാട്ട് പാടാൻ തുടങ്ങിയത്. മൂളിപ്പാട്ടല്ലേ, പാട്ട് പാടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കേട്ടിട്ടാണ് പുള്ളിക്കാക ഇത് നീ നന്നാ പാടണം. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് പിന്നെ പാട്ട് പഠിക്കാൻ പറയുന്നു, പാട്ട് പാടുന്നു. അങ്ങനെ പുള്ളി ഓരോ സ്ഥലത്ത് പിന്നെ നമ്മളെ കൊണ്ടുപോയി ഇങ്ങനെ ചേർത്ത്, പുള്ളി വന്ന വഴിക്ക് കൂടി ഇങ്ങനെ ചേർന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടമാനം. ഞാൻ എങ്ങനെ എന്ന് വെച്ചാൽ നേരെ കൊണ്ടുപോയി മറ്റേ ഇതിൽ കൊണ്ടുപോയി ഇരുത്തിയില്ല. ഇതിനൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള രീതിയിൽ തന്നെ പുള്ളി തന്നെ വഴി കാണിച്ചു തന്നാലാണ് നമുക്ക് അതിന്റെ ഒരു വില മനസ്സിലാവുള്ളൂ. ഈസി ആയിട്ട് എന്ത് കിട്ടിയാലും നമുക്ക് അതിന്റെ വില മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഉള്ള പിള്ളേരൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അതിനുള്ളൊരു അന്നത്തെ കാലത്തിൽ അത് ഭയങ്കര ഇതായിരുന്നു. നമ്മൾ അങ്ങനെ വന്നു ചുണമേടിച്ച് ഇവിടെയും വരെയും നമുക്ക് എത്താൻ പറ്റി. ഈ ഒരു ഞാനൊരു ദിവസം സിദ്ദീഖ നടൻ സിദ്ദീഖ എനിക്കത് ഭയങ്കരമായിട്ട് ഒരു മനസ്സിൽ എല്ലാം എന്നെ തേഞ്ഞു മാഞ്ഞു പോയ ഒരു ഡയലോഗുണ്ട് പുള്ളിയുടെ. പുള്ളി പറഞ്ഞ ഒരു ഡയലോഗ് വെച്ചിട്ട് അപ്പോൾ ഒരു വീഡിയോയ്ക്ക് ടി വിയിൽ എൻ്റെ ഒരു പാട്ട് കണ്ടിട്ട് എന്നെ സിദ്ദീഖ വിളിക്കണതാണ്. മോനെ സമത ഞാൻ സിദ്ദീഖ പറയുക എടാ നിൻ്റെ പാട്ട് എടാ എന്ത് രസമാണ്, നീ പുള്ളിയാന്ന് ഞാൻ എനർജി പഠിച്ച മോൻ തന്നിരുന്ന ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾക്ക് എന്തൊക്കെ പറഞ്ഞാലും സിനിമയിൽ എനിക്ക് അങ്ങനെ അങ്ങോട്ട് എടാ നീ ഇത്രയെങ്കിലും എത്തിയില്ലടാ, ഇതല്ലേ പഠിച്ചോ സ്തുതി പറയേണ്ട കാര്യം. ഇപ്പം ഞാൻ നിന്നെ വിളിച്ചത് നിൻ്റെ പാട്ട് കേട്ടിട്ടാണ്. നീ ഈ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്, നീ എല്ലായിടത്തും പോയി, ലോകം മുഴുവനും പോയി, എല്ലാം ഇതുവരെ എനിക്ക് ഇനി വന്നോളും ആ ഒരു സാധനം എനിക്ക് അങ്ങോട്ട്. പിന്നെ എനിക്ക് ഇത്രയെങ്കിലും തന്നില്ലടാന്ന് ചോദിച്ചത്. കറക്റ്റല്ലേ ഇത്? നമ്മൾ ഓവറായിട്ട് നമ്മൾ ആഗ്രഹിക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് വരും ഭാഗ്യം എല്ലാം ഉണ്ടെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറയണ ഇപ്പൊ പൊന്മാനെ പൂന്തേനി എന്ന് പറഞ്ഞ സോങ് ഞാൻ അതിനകത്ത് ഒരു പോർഷൻ പാടിയ ആളാണ്. ആ പാട്ട് ഗാനമേളക്ക് പിള്ളേർ പാടുമ്പോൾ എനിക്ക് അത് ഞാനൊരു ഏത് പാട്ടായിരുന്നു? പൊന്മാനെ പൂന്തേനി അമരക്ബർ എന്തോ, അത് രാജുവാണ് പാടിപ്പിക്കുന്നത്. ശരി, അതിപ്പോൾ വേറെ കേക്ക് ജാസി ഗിഫ്റ്റ്, അഫ്സൽ, പിന്നെ വിജയ് യേശുദാസ്, ഇവർ 3 പേരെ കൊണ്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ രാജു ഇളയനിലയുടെയൊക്കെ വലിയ പണ്ട് ഇളയനില ഞങ്ങളുടെ എൻ്റെ വലിയ പണ്ട് എന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് രാജു. ഭയങ്കര ഞാനെല്ലാം കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ രാജുവാണ് എനിക്ക് അടുത്ത് പറഞ്ഞത് സമ്മതിനെ കൊണ്ട് നമുക്ക് പാട്ട് എൻ്റെ പോർഷൻ സമ്മതിനെ കൊണ്ട് പഠിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അത് അവയ്ക്കൊക്കെ ഞാൻ അവിടെ ലൊക്കേഷനിൽ നിന്നപ്പോഴേക്കും ബിബിനും വിഷ്ണുവും പറഞ്ഞു രാജുവിൻ്റെ വീട്ടിൽ ഇന്നലെ വല്ലതും പോയിരുന്നു ആ സമ്മതിക്കുക. എന്ത് പറ്റി? പുള്ളിയുടെ വീട്ടിൽ പോയി എന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. രാജുവിൻ്റെ വീട്ടിൽ പോയി എന്താണ്ടൊക്കെ കൊടുത്തെന്ന് എന്തൊക്കെ കരഞ്ഞു പിടിച്ചെന്ന്. രാജു എന്താ പറയുക? അല്ല പുള്ളിയാണ് ഇപ്പോൾ ആഷിക്കാടുത്ത് ആ പാട്ട് സമ്മതിക്കാനെ കൊണ്ട് പാടിപ്പിക്കും. ഞാൻ പറയും ഞാനാ ഇപ്പം അത് കൺഫേം ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ ആ പാട്ട് രണ്ടുപേരും ഒന്ന് പാടാം. അത് ശരിക്കും ആ പൊന്മാനെ പൂന്തേനെ അവിടുന്ന് അതായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ
എനിക്ക് ആപ്റ്റായിട്ടുള്ള മറ്റേ ജയസൂര്യയുടെ വേഷമില്ലേ മറ്റേ കണ്ണை உன்னை பார்த்து என் கண்ணால் உன்னை பார்த்து நான் சொல்ல வந்த வார்த்தைகள் டோட்டஸ் செக்கா போச்சு நீ ரொம்ப சீட்டு நீ பேசும் பாரக்கிட்டு അതിനാല് ഡെയിലി നൈറ്റ് ഞാൻ ആശപ്പെട്ട ചാറ്റ് ഒരു ഇതിൽ പോകുന്നത് നൈസ് നൈസ്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് നമ്മൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ ദിലീപേട്ടൻ്റെ ഒരു മറ്റേ ഇതിനകത്ത് 2-3 പടത്തിൽ ഒരു ടൈറ്റിൽ സോങ് ഒക്കെ കഴിഞ്ഞ ഇടയ്ക്ക് ജയിലിൽ കിടന്നിട്ടൊരു പടമില്ലേ അത് അങ്ങനെയൊക്കെ 2-3 പടത്തിലൊക്കെ പാടി. പക്ഷെ അതിലുപരി പാട്ട് പാടാൻ ഞാൻ ചാൻസ് ചോദിക്കാറില്ല. ഒരു പക്ഷെ അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെ. പക്ഷെ ഞാൻ അവിടെ അഭിനയിക്കാനേ വയ്ക്കുള്ളൂ. എനിക്ക് അതിനോടാണ് ഭയങ്കര ഭ്രമം. ഭയങ്കര ശരി. ഇപ്പം നമ്മൾ ബ്രോ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലൊരു ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്. ഇപ്പോൾ ഇനി പേടിച്ചിട്ടാണോ വിളിക്കാത്തത്? മീൻസ് അവനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സാധനം കൊടുക്കണ്ടേ, ഇനി ചെറുതായി പോവോ, ഈ ഒരു ടെൻഷനിലാണോ വിളിക്കാത്തത്? അല്ല, കാരണം വെറുതെ നിൽക്കുന്നവർക്ക് വരെ ചെറിയ സാധനങ്ങൾ കിട്ടുന്ന ഒരു അല്ല ഞാൻ പറയണത്. ഫോർ ദ പീപ്പിൾ എന്നെ നായകവേഷത്തിലോട്ട് എന്നെ സെലക്ട് ചെയ്യാനാണ്. ഞാനൊരു ഷോന് പാടിക്കൊണ്ടിരുന്നപ്പോൾ എറണാകുളത്ത് ദിലീപേട്ടനും ജയരാജ് സാറും ഉണ്ടായിരുന്നു. അപ്പോൾ ജയരാജ് സാർ ഇങ്ങനെ ആലോചിച്ച് പുറകിലോട്ട് വന്നിട്ട് ഒന്നിങ്ങനെ. അപ്പോൾ അന്ന് ഞാൻ മറ്റേ പാട്ടൊക്കെ പാടിക്കൊണ്ട് തേരടി വീതിയിൽ ദേവത വന്നാൽ ഫുൾ ഡാൻസും പരിപാടി ഭയങ്കര സ്റ്റൈലിഷായിട്ട് മൂവ്മെൻ്റ് ഒക്കെ ചെയ്തു. അപ്പോൾ പുള്ളി ഒന്ന് വരാം ജയരാജ്. ഞാൻ പറഞ്ഞു ഓയ് സാറ് ആരോ ജയരാജ് സാറ് വിളിക്കുന്നു. ഞാനൊരു പടം എടുക്കുന്നുണ്ട് ഫോർ ദ പീപ്പിൾ, 4 ചെറുപ്പക്കാരെ വെച്ച്. അപ്പോൾ അതിനകത്ത് എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ എനിക്ക് എൻ്റെ ആ ക്യാരക്ടറിന് ആപ്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അഭിനയിക്കാൻ താല്പര്യം. ഞാൻ പറഞ്ഞു ഞാൻ പണ്ടിങ്ങനെ ചെറുതായിട്ട് അപ്പോൾ ഒരു പണി അത് കൺഫേം ചെയ്തോ, അത് ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽ നമ്പറൊക്കെ കൊടുത്തു. അപ്പോൾ ഇല്ല, അപ്പോൾ പുള്ളി അവിടെ പോയിരിക്കുന്നു. അപ്പോൾ ദിലീപേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടിപ്പോയി അങ്ങനെ താഴത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ദിലീപ് അപ്പോൾ ആടാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പാട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ജയരാജ് ദിലീപ് അയ്യോ ആർഷാടാ പക്ഷേ എൻ്റെ അമ്മ ഞാൻ പുള്ളിനെ മറ്റേ ഇതിനെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവർ സംസാരിക്കാൻ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇത് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പലരും പറഞ്ഞു ജയരാജ് വിളിക്കണം കേട്ടോ. അപ്പോൾ പറഞ്ഞ് വിളിച്ചില്ലെങ്കിൽ അപ്പോൾ ഞാൻ ഇത് എൻ്റെ മനസ്സിൽ വിളിക്കണം കേട്ടോ. അപ്പം ഞാൻ ജയസാറ് ആടാ അത് ഓക്കെയാണോ, അത് പിന്നെ ഞാൻ വീണ്ടും വിളി കൂടി. അപ്പം നമ്മൾ സിനിമയുടെ രീതി അതാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഞാനിങ്ങനെ പുള്ളീനെ വേണമെന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു. അപ്പം നമ്മൾ ഇതിൻ്റെ പൂജ കഴിയുന്നു, അതിനകത്ത് മാഗസീനിൽ നമ്മളാണെന്ന് വരുന്നു. എല്ലാം കൊണ്ടും നമ്മളങ്ങോട്ട് ജയരാജിൻ്റെ പടത്തിൽ നമ്മളൊരാളെന്നുള്ളൊരു സാധനം എല്ലാം വിളിച്ചു അത് ശല്യമായി പുള്ളിക്ക്. എടാ ഞാൻ ഓക്കെ അല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി നമ്മളൊരു ഭയങ്കര. അതിനുശേഷം പിന്നെ ഞാനത് വിളി നിർത്തി. പിന്നെ പലരും മാറി, അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി കഥ മാറി. സംഭവം ബഡ്ജറ്റിൻ്റെ എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ അതിനകത്ത് കുറച്ച് പേര് പൈസ കൊടുത്ത് കയറി, കുറച്ച് പേര് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. എൻ്റെ കൂടെ ഇന്നൊരുത്തും വേറെ രീതിയിൽ വന്ന് ചാടി. അയ്യോ അങ്ങനെയൊക്കെ വന്ന്. അപ്പോൾ നാളെ സിനിമ തുടങ്ങിയാണെങ്കിൽ ഇപ്പം ഇന്ന് പാക്ക് ചെയ്ത് വെച്ചു നമ്മൾ പോകാൻ വേണ്ടി. അറിഞ്ഞിട്ടില്ല മാറിയത്. തലേ ദിവസം വരെ വിളിച്ചത്, ഇന്ന് രാത്രി വിളിച്ചു. അപ്പോഴെന്താ പറയുന്നത്? ഞാൻ എപ്പോഴാണ് വരണ്ടേന്ന്, എങ്ങനെയാണ് ഞാൻ ഏത് സ്ഥലത്തോട്ടാണ് വരണ്ടേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൺട്രോളേഴ്സിനെ വിളിക്കുന്നു. അവർ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ജയരാജ് സാറ് രാത്രി വിളിക്കുക, സമതേ സാറേ പറ. ഒന്നുമല്ല, നീ ഒന്നും ഇതേ ഉണ്ട് കാര്യം. അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് കാര്യം. അത് ആ ക്യാരക്ടേഴ്സിൽ നിന്ന് പിന്നെ ഇതിലെ ക്ലൈമാക്സിൽ ഒരു 4 പേര് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പോർഷൻ. അത് അടുത്ത ഒരു പടത്തിനോട്ടുള്ളൊരു ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. അതിനകത്ത് ഒരാളായിട്ടാണ് ഇപ്പോൾ. ബാക്കി 4 പേര് ഇപ്പോൾ വേറെ രീതിയിൽ ഇത് ഫിക്സ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഒന്നും തോന്നരുത് പ്ലീസ്. എനിക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞു, അത് നമുക്ക് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ സിനിമ എന്നുള്ളൊരു സാധനത്തിനെ കുറിച്ചിട്ട് നമ്മൾ അല്ല ഇത് കേൾക്കുമ്പോൾ വീട്ടിലാണോ? ഞാൻ ഞാൻ അവിടെ ഇരുന്നു പോയി ഫോൺ എടുത്തിട്ട് കരഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോയൊരവസ്ഥ. ആ കേക്ക പറഞ്ഞത് മോനെ ഇതൊക്കെ സിനിമയിൽ സ്വാഭാവികമാണ്. കേക്ക് ഇതിനും വലിയ
പ്രയാസങ്ങൾ ഞാൻ ഇതിനു മുമ്പിൽ നേരിട്ടിട്ടുണ്ട്. ഓ ഓ, എൻ്റെ ഞാൻ ലൊക്കേഷനിൽ പോയി അവിടെ നിന്ന് പെട്ടിയും പാക്കായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. നാദർശിക ഇഷ്ടംമാരെ എൻ്റെ ഇൻസൾട്ടിങ്ങിൻ്റെ അങ്ങേ അറ്റം പുള്ളി. ഇൻസൾട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് വരെ അമ്മ എല്ലാ പരിപാടിയും ചെയ്തു കൊടുത്തിട്ട് ആ സ്റ്റേജിൽ കയറ്റിയില്ല എന്നുള്ള അതൊക്കെ പുള്ളിക്ക് പക്ഷെ അത് ടിനിച്ചേട്ടൻ അത് ഭയങ്കരമായിട്ട് ടിനേട്ടൻ അത് പറഞ്ഞത്, വിളിച്ചു പറഞ്ഞത് അതെല്ലാവരും അറിഞ്ഞു. എല്ലാവരും അറിഞ്ഞു മൊത്തത്തിൽ. ടിനേട്ടൻ പറഞ്ഞത് ഞാൻ പറയട്ടെ, ഞാൻ പുള്ളി ചെയ്ത എത്രയോ പാട്ടുകളുണ്ട്, എത്രയോ മനോഹരമായ സിനിമാ പാട്ടുകൾ ആൾക്കാർ പാടിക്കൊണ്ട് കിടന്ന നല്ല അർത്ഥമുള്ള നല്ലോണം എഴുതുകയും ചെയ്യും. ഉഗ്രം ടൂൺ എല്ലാം രസമായിട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു അംഗീകാരം പുള്ളിക്ക് പാട്ടിൽ നിന്നും ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ, ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇത് ഇപ്പം നാദർശിക്കാർ നമ്മൾ ഓരോ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത്, നാദർശിക്കായിട്ട് ഒരു കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ആർക്കും. അങ്ങനെ അധികം നമുക്ക് ഓരോ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഉണ്ടാണ്. ഒരു കാര്യം ചെയ്യുന്നത്, ഈ വിഷമം അദ്ദേഹത്തിന് ഇത് എവിടെ പ്രകടിപ്പിക്കുക? ഈ പല സ്ഥലങ്ങളിലും പുള്ളിക്ക് ഇപ്പോഴൊരു അംഗീകാരം കിട്ടാത്തത് വീട്ടിൽ പറയാറുണ്ടോ? മോളും ബാബിയും ഞാൻ ബാബീനെയാണ് ഞാൻ കൂടുതലും ഞങ്ങൾ അങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഭാവിയും മോളൊക്കെ പറയും ഇങ്ങനെ വന്ന് സങ്കടപ്പെട്ട് ഇവിടെ കിടന്നു കുറച്ച് നേരം. അപ്പോൾ അവരാണ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ അവർ സമാധാനിപ്പിക്കുകയൊന്നുമില്ല. പുള്ളി നിഷ്കളങ്കനല്ലേ? വേറെ ആരും ഒന്നും അങ്ങനെ ഒന്നും പുള്ളി ആരെയും പുള്ളി അതുകൊണ്ടായിരിക്കും പഠിച്ചവൻ. എനിക്ക് തോന്നുന്ന ഈ സിനിമാടന്മാരെയൊക്കെ ഉണ്ടാക്കിയാലും കൂടുതൽ സാമ്പത്തികമായിട്ട് പുള്ളി നല്ല ഉയർച്ചയിലല്ലേ. പുള്ളിക്ക് ഇഷ്ടംമാരെ കൊടുത്തോണ്ടിരിക്കുന്നല്ലേ. തീർച്ചയായിട്ടും. എല്ലാം ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിയാലും കൂടുതൽ അവൻ അതായത് എല്ലാം കൊണ്ടും, അതായത് എല്ലാ രീതിയിലും പുള്ളി നല്ല ഇതിലാണ്. പക്ഷേ പുള്ളിക്ക് കിട്ടാത്ത ഒരു അംഗീകാരങ്ങൾ പുള്ളി അത് ആരോടും പുള്ളി പരാതി പറയാറില്ല, ഒന്നുമില്ല. അതെ അതെ. ഇപ്പം ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ നാദർശിക്കയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയണമെങ്കിൽ ആൾക്കാർക്ക് ഈ നാദ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരുന്നു? നാദ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പണ്ട് നാദിർ ഷാ അബി ദിലീപ് എന്നായിരുന്നു. നാദിർ ഷാ അബി ദിലീപ് ഇവർ മൂന്നുപേരും കൂടി കൂടിയതാണ് നാദ് ഗ്രൂപ്പ്. അവിടെ നിന്നാണ് തുടക്കം കാസറ്റിൻ്റെ. അവിടെ നിന്നാണ് കാസറ്റിൻ്റെ തുടക്കം. ഓ ഓ, അങ്ങനെയാണ് ആ പേര് ഇതിലേക്ക്. മണിച്ചേട്ടൻ എപ്പോഴാണ് മണിച്ചേട്ടന് ഒരു ഈ ദേമാവേലി കുമ്പത്ത് ഭയങ്കര ഇറ്റല്ലായിരുന്നു. വെയിറ്റ് ചെയ്തിരിക്കുന്നു ഓണത്തിന് എന്ന് പറഞ്ഞാൽ കാസറ്റ് ചൂടപ്പം പോലെ. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സും അവർ നമുക്ക് അടുത്ത അതിപ്പോൾ എത്ര വലിയ ഇത് സ്റ്റാറായിരിക്കുന്ന ആൾക്കാരും ക്യാനെ വിളിക്കണേ നമുക്ക് വേണം കേട്ടോ, അടുത്ത ഒരു പരിപാടിയിൽ ചെറിയൊരു പരിപാടി നമ്മൾ ചെയ്യൂട്ടാ അതൊക്കെ പറഞ്ഞിട്ട് ജയനാണെങ്കിൽ അങ്ങനെ ഓരോരുത്തർ. അപ്പോൾ അന്ന് മണിച്ചേട്ടൻ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞപ്പോൾ മണിച്ചേട്ടനെ ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സൗണ്ട് ഇങ്ങനെ വേറെ ഏതൊരു പാട്ട് പാടാൻ എന്തോ ഒരു കാര്യത്തിൽ വേണ്ടി വിളിച്ചതാണ്. അങ്ങനെ പുള്ളി വരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ പിച്ചിൻ്റെ എന്തോ കാര്യത്തിൽ ഇങ്ങനെ നിന്നപ്പോൾ ഏതൊരു പാരഡി പാട്ട് എന്തോ പാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നപ്പോൾ അതൊന്നും കറക്റ്റ് ആവാണ്ട് അപ്പോൾ കേൾക്കാന്ന് എഴുതിയിട്ട് മണി ഞാനതൊന്ന് ഒന്നും എഴുതിയിട്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളി അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ചുമ്മാരോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് പുള്ളി ആ റെസ്റ്റിൻ്റെ സമയത്ത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വെറുതെ സാധനം ഇവിടെ ഒന്ന് പാടിയിടാ കൊള്ളാലോ. അങ്ങനെ പുള്ളി ആ പാട്ട് പാടി. അവിടെ നിന്ന് ഇട്ടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് കയറി പാടി. അവിടെ നിന്നാണ് പിന്നെ ആ ഒരു പാട്ടം കൂടി കയറി കൊളത്തില്ല ആ കാസറ്റിൽ കൂടി. തീർച്ചയായിട്ടും. പിന്നെ മണിച്ചേട്ടൻ സ്വന്തമായിട്ട് കാസറ്റ് തുടങ്ങി. ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഈ രണ്ട് കാസറ്റും മണിച്ചേട്ടൻ അപ്പോൾ കോമ്പറ്റ് ചെയ്യണതൊന്ന് ദേമാവേലി കൊമ്പത്ത് ഓണത്തിനടുക്ക് പൂട്ട് വെച്ച് വന്നിരുന്നു. കുറച്ച് പേര് അങ്ങനെ ഇതിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇത് വേറെ റേഞ്ചിലിരിക്കണേ നല്ല ആർട്ടിസ്റ്റുകളും ഇതിനകത്താണല്ലോ. അങ്ങനെ മണിച്ചേട്ടൻ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അത് വേറൊരു മണിച്ചേട്ടൻ്റെ നാടൻ പാട്ടുകളും കോമഡി. അപ്പോൾ ആ സമയത്ത് മണിച്ചേട്ടന് കാസറ്റായിട്ട് വീട്ടിൽ വരും. അതായത് ഈ കാസറ്റ് കാസറ്റ് എല്ലാം ഫൈനൽ ചെയ്ത് വരുന്നു. ഞങ്ങളെല്ലാവരും വിളിക്കും, അതായത് ഫ്രണ്ട്സിനെയും ഞങ്ങളൊക്കെ ഇരുന്നിട്ട് ഇത് പ്ലേ ചെയ്ത് കേൾക്കും.
കേട്ട് ഒരു മനുഷ്യന് അങ്ങോട്ട് പോകാനോ തിരിയാനോ ഒന്നും പറ്റില്ല. അതിരുന്ന് ഫുൾ കേൾക്കണം. അതാണ് അതിൻ്റെ ഫോണെന്ന് അന്ന്. അങ്ങനെ മണിച്ചേട്ടൻ വരുന്നു, മണിച്ചേട്ടൻ്റെ ഇത് ആദ്യം ഇടുന്നു, അത് കഴിഞ്ഞിട്ട് ഇത് ഇടുന്നു. അങ്ങനെ ഒരു അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും പൊളിയാണല്ലോ, ഭയങ്കര ഇത് പൊളിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് പിന്നെ അവിടുന്ന് എയറിൽ പോകണത്. ആർക്കും കിട്ടാത്ത കുറെ ഭാഗ്യമല്ലേ. അപ്പൊ ഞാനെന്നുള്ളൊരു വ്യക്തി അതൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് പല വർഷങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ മണിച്ചേട്ടൻ ഒരു മഞ്ഞ സെന്നായിട്ടാണ് വീട്ടിൽ വരുന്നത്. മണിച്ചേട്ടൻ ഇങ്ങനെ പടത്തിലിങ്ങനെ ഊട്ടിയടക്കം ചെയ്തോണ്ടിരിക്കുന്ന സമയം ആ സിനിമകളില്ല. അങ്ങനെ ഞാൻ ഈ കാസറ്റ് ഇങ്ങനെ മണിച്ചേട്ടൻ്റെ ഇത് കേട്ട് ക്യാഡ് ചെയ്തതിൻ്റെ പകുതി എന്തോ ആയപ്പോഴേക്കും ജസ്റ്റ് ബാക്കിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഉണ്ണി എന്ന് പറഞ്ഞിട്ട് വീട്. അപ്പോൾ ഈ ഇടവഴി കൂടി ഇങ്ങനെ പോകണം. അപ്പോൾ ഇവിടെ ഒന്നും വെട്ടമില്ല, വെട്ടം കുറവ്. അപ്പം ഞാൻ ആ വഴി കൂടി എന്തോ കാര്യത്തിന് എന്തോ ഇതിന് പോയി, എന്തോ മേടിക്കാൻ എന്തോ പോയി, രാത്രിയായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ ഇഴഞ്ഞു പോകണ പോലെ, ഇവിടെ ഒരു കടി കെട്ടിയ പോലെ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി വീട്ടിൽ വന്നിട്ട് മണിച്ചേട്ടൻ്റെ അടുത്തായിരുന്നു ഞാൻ. മണിച്ചേട്ടാ എന്താടാ? അപ്പോൾ വെറുതെ ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ എങ്ങോട്ട് പോയി? ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയപ്പോൾ ഒരു എന്തോ കടിച്ചിട്ട് എന്നെ എന്തെങ്കിലും ഇങ്ങനെ ഇഴഞ്ഞു പോകണോ. ഈ പുള്ളി ഇങ്ങനെ എന്തുറ്റി ഇല്ല ഒന്നും ആവശ്യം ഒരു തുണി എടുക്കണമെന്നും പറഞ്ഞിട്ട് പോയി. അങ്ങനെ വലിച്ചങ്ങോട് ഇടുക്കിയൊക്കെ കടന്ന് കരയാൻ തുടങ്ങി. എന്തോ ഇല്ല ഒന്നുമില്ല ഇപ്പം മണിച്ചേട്ടനും വന്ന് എന്നെ ഇങ്ങനെ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് വണ്ടിയിലോട്ട് എടുത്തിട്ടിട്ട് ഇങ്ങനെ ഒന്ന് പുള്ളിയുടെ പുള്ളി ഇങ്ങനെ എല്ലാവരും മാറും. ഇപ്പം കിടന്ന് എല്ലാവരും എന്ത് വണ്ടിയിലൂടെ എടുത്തിട്ട് ഒരു പോക്കങ്ങോട്ട് പോയിട്ട് ഇതിൽ പോയിട്ട് മറ്റേ കാരോത്തുഴി അവിടെ ഹോസ്പിറ്റലിൽ വീട്ടിലെ പോയി ഡോക്ടർ രാത്രിയായിരുന്നു. അപ്പോൾ അകത്ത് പോയിട്ട് അയാൾ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, ഒരു അധികം വിഷമില്ലാത്ത പാമ്പാണ്, 2-3 ദിവസം പേടിക്കേണ്ട, അത് എന്തോ ഒരു ചെറിയ ഒരു ഇതുള്ളൂ, അത് വിഷം ഇല്ല, അതുകൊണ്ട് ടെൻഷൻ ആവണ്ടെന്നൊക്കെ പറഞ്ഞത് കറക്റ്റായിട്ട്. അന്ന് ആ ഒരു സംഭവമൊക്കെ നമ്മുടെ ലൈഫിലേ അതൊക്കെ ഒരു പതിഞ്ഞിറക്കുന്ന സാധനങ്ങളല്ലേ എല്ലാം. അത് എന്നെ എടുത്തുകൊണ്ട് ഒരു പോക്കുണ്ടോ, അതൊക്കെ എൻ്റെ ലൈഫിൽ എന്താ പറയാ. അങ്ങനെ ഒരു മണിച്ചേട്ടനെ കേട്ട് അമ്മാരൊരു ബന്ധമായിരുന്നല്ലേ, ചെറുപ്പം മുതലേ കണ്ടു വളർന്ന. എന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കര അദ്ദേഹത്തിന്റെ വളർച്ച കണ്ടതല്ലേ. മണിച്ചേട്ടന് ഏറ്റവും നന്നായി എല്ലാം പെർഫോമൻസ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ആയതാണ് വാസന്തി ലക്ഷ്മിയും. പിന്നെ അന്ന് നാഷണൽ അവാർഡിന്റെ കേസിൽ മണിച്ചേട്ടൻ തലയിറങ്ങി വീഴും, എല്ലാവരും മണിച്ചേട്ടനാണ് അവാർഡ് എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു? എന്തായാലും അതെ, പക്ഷെ അത് എന്താ പറയാ, അത് മണിച്ചേട്ടൻ തന്നെയായിട്ട് അതൊരു കോമഡി രീതിയിൽ അത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് അത് ചെയ്തതും മണിച്ചേട്ടൻ അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്. പറയണ്ട തലയിറങ്ങിയൊക്കെ അതിനൊക്കെ പറഞ്ഞിട്ട് അവാർഡും പിന്നെ മണി പുള്ളിക്ക് അത് പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുമെന്നുള്ള സാധനം. നമുക്ക് വീട്ടിലും അല്ല ക്യാക്കൊക്കെ വിളിച്ച് പിന്നെ ഇങ്ങനെ കളിയാക്കിയ ഇവര് പാട്ടൊക്കെ വെച്ചിട്ട് ഇവര് തലയിറങ്ങി ക്യാക്ക മറ്റേ പ്രിയർഷന്റെ പടത്തില് പാട്ട് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ആ വരി ഉണ്ടല്ലോ, ഏത് മറ്റേ ദിലീപേട്ടനും മണിച്ചേട്ടനും ഒരു പടം ചെയ്തില്ലേ, മറ്റേ വെട്ടോണോ റമ്മടിച്ചിട്ട് അതിനകത്ത് ആ ലിറിക്സില് ബോധം കെട്ടി വീണെന്നും സാധനം ഉണ്ടല്ലോ, അത് ഇതിനു വേണ്ടി കണക്ട് ചെയ്ത് വന്നില്ലേ. അപ്പൊ പ്രിയ സാറ് ഭയങ്കരമായിട്ട് ചിരിച്ചു പോയി ആ സാധനം കേട്ടിട്ട്. ഇങ്ങനെ അപ്പൊ അതില് ആ പാട്ട് എഴുതിച്ചത് പ്രിയൻസ്. അപ്പോൾ പ്രിയൻ സാറിൻ്റെ ഒരു പടത്തിൽ പാട്ട് ക്യാക്ക് എഴുതാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ക്യാക്ക് അഭിനയിക്കാനൊരു സാധനം എന്തോ ഒരു സാധനം നവാസിൻ്റെ എന്തോ ഒരു വേഷം ഉണ്ടായിരുന്നു. അത് നവാസ് അഭിനയിച്ച എന്തോ വേഷം ക്യാനായിട്ട് ഏൽപ്പിക്കാൻ അതെന്തോ മാറിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് എഴുതുക. അപ്പോൾ പുള്ളി ആ പാട്ട് ലിറിക്സ് ചെയ്തപ്പോൾ പ്രിയൻ സാർ അയ്യോ ഇത് രസമായിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഒരു പ്രശ്നമാണ്. വീട്ടുകാർക്കും എല്ലാവർക്കും ആ ഒരു കണക്ഷൻ ഇല്ലേ? ഞാൻ ഒരു ഷോ കാസർഗോഡ് നിന്ന് ഒരു ടീം വീട്ടിൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, അങ്ങനെ മണിച്ചേരന് ഷോ ചെയ്യണമെന്ന് വലിയൊരു ക്ഷേത്രത്തിൻ്റെ. അപ്പം ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, ഇത്ര ലക്ഷം രൂപ വരും, മണിച്ചേരൻ്റെ കാശ് പറഞ്ഞു, മോൻ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടപ്പോൾ പണി കഴിഞ്ഞ് ഇത്ര ലക്ഷം 2 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഫോണിലാണ് സംസാരിക്കും.
ഞാൻ മേടിച്ചു. ഇപ്പോൾ ഒരു പണി മനെ അപ്പോൾ നീ ഒരു പണി ഞാൻ ഇതിനകത്തോട്ട് ഇതിൽ കൊണ്ടുപോയി മറ്റൊരു പയ്യൻ വരും ഇപ്പോൾ അവിടെ 1,00,000 രൂപ അവന് കൊടുത്തു. അപ്പോൾ ഞാൻ പറയും അപ്പോൾ 2,00,000 1,00,000 രൂപ മോൻ വെച്ചോ, മോനല്ല പരിപാടി പിടിച്ചോ, മോൻ വെച്ചോ. അപ്പോൾ അന്ന് 1,00,000 രൂപയൊക്കെ നമുക്ക് പുള്ളി തരണമെന്നുണ്ടെങ്കിൽ അത് എന്നോടുള്ളൊരു വേറെ ആരും ഒരു 10,000 രൂപ വരും ആരെങ്കിലും. തീർച്ചയായിട്ടും പുള്ളിക്ക് അറിയാം ഞാൻ എങ്ങനെ എൻ്റെ ജീവിതം എന്താണ്, എൻ്റെ എന്നുള്ള കലാകാരൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് എന്ന് പറഞ്ഞാൽ ഈ പാടണ അടിപൊളിയാടാ, നീ പുലിയല്ലേ. അത് അയ്യമ്മും പറയും, അയ്യമ്മിന് എന്നെ ജീവനാണ്. സലീമേട്ടനായാലും സലീമേട്ടൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയി. പുള്ളി ഇപ്പോൾ ഇതായുള്ളൂ. അപ്പോൾ പുള്ളി ഞാനും മോനെ കൂടി പോയി സ്പീക്കറൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി പൊളിച്ച്. പുള്ളി ഭയങ്കര ഇമോഷൻ. പുള്ളി എൻ്റെ അടുത്ത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര എൻജോയ് ചെയ്യണം. നീ അപ്പോൾ നമ്മൾക്ക് കൊടുക്കാവുന്നത് അങ്ങനെയല്ലേ നമുക്ക് അവർക്ക് വയ്യാതായിട്ട് ഇരിക്കുന്ന ടൈമിൽ. അപ്പോൾ അവർക്ക് ഞാൻ ഒരു ദിവസം ഇങ്ങനെ എനിക്ക് തോന്നി പെട്ടെന്ന് എൻ്റെ ബോക്സൊക്കെ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോയി. ആ ഒരു കണക്ഷൻ ഇങ്ങനെ കണക്ട് ചെയ്ത് എനിക്ക് അങ്ങനെയുള്ളവർ മതി. അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് സലീമേട്ടൻ ഇപ്പോൾ സമബ്രോന്റെ നാട്ടിൽ വന്നിട്ട് അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ. ആക്ച്വലി ഞാൻ എൻ്റെ നാട്ടിലെ അമ്പലത്തിൽ മുന്നേ ഒരു ഷോ നടത്തിയിട്ടുണ്ട്. അതും ഭയങ്കര വിജയമായിരുന്നു. സ്വന്തം നാട്ടിൽ വേറെ ലോകത്ത് എവിടെ ഷോ ചെയ്താലും സ്വന്തം നാട്ടിൽ ചെയ്യാന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ റിസ്ക്. തീർച്ചയായിട്ടും അമ്പലമായിട്ട് ഈ അമ്പലത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് കഴിഞ്ഞിട്ട് ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ട് മട സ്കൂളിലാണ് പഠിച്ചത്. പോണ വഴിക്കാണ് ഈ അമ്പലം. തൊട്ടപ്പുറത്ത് ഇപ്പുറത്തും പാടം, അങ്ങനത്തെ ഒരു സ്ഥലമാണ് എൻ്റെ ഞാൻ താമസിക്കുന്നത്. ഏലൂർ എന്ന് പറഞ്ഞാൽ എറണാകുളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം. അതെ, അതൊരു ഭയങ്കര ഗ്രാമപ്രദേശം പോലത്തെ അങ്ങനത്തെ സ്ഥലമുണ്ട്. തൊട്ടപ്പുറത്ത് ഇപ്പുറത്തും നടുക്ക് റോഡ്, ഇപ്പുറത്ത് അമ്പലം, പാടം, ഭയങ്കര രസമുള്ള പരിപാടി. അപ്പം ഞാൻ സലീമേട്ടനെ വിളിച്ചിട്ട്, സലീമേട്ട ഞങ്ങളുടെ അമ്പലത്തിലെ നിങ്ങളുടെ അമ്പലമോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഇതാണ് മുരുകൻ്റെ. ആടാ എന്നിട്ട് അവിടെ ഈ പരിപാടി നടത്തുന്നുണ്ട്, ചേട്ടനൊന്ന് വരുമോ, സമയം ഉണ്ടെങ്കിൽ ഒന്ന് എടാ എനിക്ക് വയ്യാണ്ടിരിക്കണ നോക്കട്ടെ, ഏതാ ഡേറ്റ്? ഞാൻ പറഞ്ഞു ഇതാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ എൻ്റെ ഒരു ഷോയാണ് ഒന്ന് വന്നു. അങ്ങനെ പറഞ്ഞു അവസാനിപ്പിച്ചു. അങ്ങനെ റിമി അപ്പം സലീമേട്ട് നേരത്തെ വന്നു. ഡയാലിസിസ് കഴിഞ്ഞിട്ടാണ് സലീമേട്ടൻ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അയ്യോ അത് അന്നും കുഴപ്പമില്ല, നിൻ്റെ പരിപാടിയില്ല, വന്നിരിക്കുന്നു. ചേട്ടൻ കുറേ തമാശ. പരിപാടി തുടങ്ങുന്നതിന് മുന്നേ വീട്ടിൽ വന്നിട്ട് വീടിൻ്റെ അവിടെ നിന്നാണ് പോയത്. സലീമേട്ടൻ കയറിയിട്ട് പറഞ്ഞത് എൻ്റെ എനിക്ക് ഏറ്റവും വലിയൊരു ഇതായത് സമത്. അത് ഭയങ്കര വൈറലായി. ഞങ്ങളുടെ അമ്പലം എന്നും പറഞ്ഞിട്ട് പറഞ്ഞത് ഭയങ്കരമായിട്ട് ഇതായി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അത് പുള്ളി ആ സാധനം നോട്ട് ചെയ്ത് വെച്ചത്. ഒരുപാട് മൊമെന്റ്സ് ഇങ്ങനെ കിടക്കുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും ബ്രോ ഞാനിപ്പോൾ ഏറ്റവും അടുത്ത് ഞാൻ ഞെട്ടിയൊരു സാധനമാണ് നമ്മൾ വിട്ടുപോയ കലാഭവൻ നവാസിക്കയുടെയും ബ്രദറിൻ്റെയും ഒരു ഫോട്ടോ ഇങ്ങനെ ഒരുമിച്ച് വെച്ചപ്പോൾ രണ്ടുപേരും ഒരേപോലെ ക്യാരക്ടർ ചെയ്തേക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടർ അതെന്താണ് സംഭവം? അത് ഇപ്പോൾ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അത് ഞാൻ ഇങ്ങും വെളിപ്പെടുത്തിയിട്ടില്ല കാര്യം. അത് അവർ തന്നെ വെളിപ്പെടുത്താമെന്നും പറഞ്ഞിട്ടിരിക്കുക. കാര്യം അത് ടിക്കിട്ടാക്കാന്ന് പറഞ്ഞ ആസിഫ് അലിയുടെ പടം ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ച് ഭാഗമാണ് നവാസിക്ക ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പുള്ളി മരണപ്പെട്ട പുള്ളിയുടെ കരിയറിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വേഷമാണ്. അത് ഏറ്റവും ആസിഫ് അലിയുടെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമ നമ്മുടെ മലയാളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു വലിയൊരു ക്യാൻവാസ് പടമായിരിക്കുമല്ലോ. KGF പോലത്തെ ഒരു ഒട്ടും പോകുകയും പടമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ആസിഫ് അലിയുടെ ഞാൻ പറയണത് എന്ത് പറയണമെന്ന് എനിക്ക് അതിൻ്റെ ഒരു ഷോട്ടുകളൊക്കെ കണ്ടിട്ട് നമ്മുടെ കിളി പോയിരിക്കുക. ഭീകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ്റത്തിലാണ് സാധനം എത്തിച്ചു വെച്ചത്. ആസിഫ് അലിയൊക്കെ അതിന് വേണ്ടിയിട്ട് ശരീരമൊക്കെ കുറച്ചിട്ട് എന്ത് രസമായിട്ടാണ് ആൾ ഓരോ സാധനങ്ങളൊക്കെ ചെയ്യണം. അതും ഒരു കളയൊക്കെ ചെയ്തില്ല മറ്റേ പുള്ളി. ഇടി എന്നൊക്കെ പറഞ്ഞാൽ ഇടിയാണ്. ഒരു ഗ്യാങ് വാർ, എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് പടമാണ്. വേറെ ഏതോ ഒരു സ്ഥലത്തിലോട്ട് പോയ പോലത്തെ ഒരു ഫീലാണ്. അയ്യോ ഭീകര വരും. അതിനകത്താണ് നവാസിക്ക് ഒരു പോസിറ്റീക്കണ ഒരു പരിപാടി. പക്ഷെ അത് കുറച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ അത് പൂർത്തീകരിക്കേണ്ടത് ഒരു എന്താ പറയുക, പല ആൾക്കാരെ അവർ നോക്കി.
അവരന്വേഷിച്ചു. പകുതി ചെയ്തു വെച്ചത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. ഒന്ന് നവാസിന് ചെറിയൊരു പരിപാടി ഒരു ഇത് കിട്ടണം, പിന്നെ അതുപോലെ അതിൻ്റെ അഭിനയിക്കുകയും ചെയ്യണം. ഈ 2 പരിപാടിയിലുള്ള ലുക്ക് മാത്രം പോരാ. അങ്ങനെ കോട്ടേനേഴ്സറാണ് ശരിക്കും എൻ്റെ പേര് പറയുന്നത്. ഞങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ നവാസിക്ക് അതുപോലെ തന്നെ മരിച്ചുപോയ നവാസിക്ക് നല്ലതിനെ അംഗീകരിക്കുന്ന ആൾക്കാരായിരുന്നു അവർ. നല്ലതിനെ മാത്രമോട്ടെ കാര്യം അവർക്കൊക്കെ എൻ്റെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ പരസ്പരം സംസാരിക്കുമായിരുന്നു. നവാസിക്കായിട്ട് ഞങ്ങൾ ഒരു ഖത്തറിൽ ഒരു റൂമിൽ താമസവും ഒക്കെ നടന്ന് ഭയങ്കര കമ്പനിയായി. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. എന്തോ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ എന്നോട് എൻ്റെ കയ്യിലോട്ട് എത്തിയത് അതുകൊണ്ടായിരിക്കും. തീർച്ചയായും. അപ്പോൾ നസീർക്ക് പറഞ്ഞു, ഞാനൊന്ന് ഷോ കഴിഞ്ഞ് ദുബായിൽ നിന്ന് വന്ന വഴിക്കാണ് ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങണതിന് മുന്നേ അവിടെ നിന്ന് ഏതോ താഴത്തോട്ട് റേഞ്ച് ചില വരുമല്ല. അപ്പോൾ ഞാൻ നസീർക്ക് എടാ നീ എവിടെയാണ്? ഞാൻ പറഞ്ഞു ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങണുള്ളൂ. അന്ന് വിളിക്കണോട്ടെ ഒരു ആവശ്യമുണ്ടെന്ന്. ഞാൻ നേരെ എടാ ഇങ്ങനെ ഒരു കൺട്രോളിൽ വിളിക്കും, ഒരു സംഭവം ഉണ്ടാകുന്നു, എനിക്ക് പറ്റുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഇതാണെന്ന്. ഞാൻ നേരെ അവരോട് സംസാരിച്ചു, നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഡിമാൻഡുകളൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് താല്പര്യം, ഞാൻ പലരോട് ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ പുള്ളിക്കാണെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കൊരു അല്ല നവാസിക്ക് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു അവർ. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ. അപ്പം നമ്മളായിട്ടൊരു അങ്ങനെ ഒരു സാധനം ഞാൻ പറഞ്ഞു, പണ്ട് കുഞ്ഞിക്കൂൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഡൂപ്പ് ചെയ്ത ഇത് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തോട്ടുള്ളൂ. ദിലീപേട്ടൻ പറഞ്ഞിട്ട് കുഞ്ഞിക്കൂനല്ലേ ഞാനാണ് മറ്റേ മെയിൻ ദിലീപില്ലേ. ഞങ്ങൾ ബൈക്കൊക്കെ ഓടിച്ചു. എൻ്റെ ശരീരമാണ്. ആണോ? എൻ്റെ ശരീരമാണ്. ഞാനാണ്. ഓ, ഫൈറ്റ് സീക്വൻസിലൊക്കെ ഉണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാനിങ്ങനത്തെ പരിപാടി പഠിച്ചിട്ടില്ല. പഠിച്ചു അപ്പോൾ ഇത് നവാസിക്കയുടെ ഈ ഒരു സംഭവം. പിന്നെ അവർ ഞാൻ പറഞ്ഞ ഡിമാൻഡ് ഒക്കെ ഒരു ഓക്കെയാണ്. എല്ലാം അവർ പ്രൊഡ്യൂസറും ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ പിന്നെ നസീർക്ക് ടീനിച്ചേട്ടൻ കേൾക്കാനോട് ചോദിച്ചപ്പോൾ ചെയ്യടാ ഇപ്പോൾ ഇത്ര. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞ കുറച്ച് ഞാൻ പറഞ്ഞു ആസിക്ക ഞാൻ എൻ്റേതായ മാക്സിമം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചത്തേക്ക് ഫൈറ്റായിരുന്നു അതിനകത്ത്. ഞാൻ മഴയത്തിടുന്ന ആസിഫ് അലി ഞാനും തമ്മിൽ. അതായത് എൻ്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടുള്ളൊരു ഒരുപാട് ഫൈറ്റ് മാർക്കറ്റിൽ കിടന്നിട്ട് ഫുൾ മഴ 2 ആഴ്ച. അതായത് പറന്ന് ചവിട്ടണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്ത് കയ്യടിയും പരിപാടിയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ അഭിനയിക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ണ് മൂക്ക് എൻ്റെ എക്സ്പ്രഷൻ ഒരു മറ്റേ എയിൽ നവാസിക്കയുടെ ഇതാക്കി മാറ്റുന്നു. പക്ഷേ എൻ്റെ ആക്ടിങ് ആയിരിക്കുള്ളൂ അതിനകത്ത്. പുള്ളിയുടെ ഒരു പുതിയ രീതിയിൽ വരും. ഞാൻ പറയണ ഇപ്പം അതൊന്നും പറയാം. പക്ഷെ അങ്ങനെ പറയുന്നു. ഞാൻ ആസിഫിൻ്റെ അടുത്ത് ഇങ്ങനെ തണുത്തിട്ട് ഇങ്ങനെ അത് നെഞ്ചത്തിട്ട് ഇങ്ങനെ ചവിട്ടും. ആസിഫ് അലിക്കും ഭയങ്കര വിഷമം. ഇങ്ങനെ എടുക്കാൻ വേണ്ട അത് എനിക്ക് ഞാൻ പറഞ്ഞ ചവിട്ടിക്കൂടാ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തീർച്ചു. അപ്പോൾ അത് ഡയറക്ടറിന് അത് പൂർണ്ണമായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ അതുപോലെ ഫൈറ്റ് ചെയ്ത് നമ്മൾ കഷ്ടപ്പെടണം. ആസി എൻ്റെ മുഖം കിട്ടിയായിരുന്നു ഇന്ന് ആലോചിച്ച് നോക്കിയാന്ന് പറഞ്ഞു. എൻ്റെ ഇങ്ങനെ കൈമ പിടിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിനോടുള്ളൊരു പാഷനും ഇഷ്ടവും. അതെ. പ്ലസ് നവാസിക്കയുടെ ഒരു ഓർമ്മ, നവാസിക്ക എന്നുള്ളൊരു വ്യക്തി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കാം എന്നോട് നമുക്ക് തന്നെ വന്നത്. ഡയറക്ടറൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവരും ഭയങ്കര ഹാപ്പി. ഇപ്പോൾ 2 ദിവസം വീണ്ടും അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും. ആ ലുക്ക് ഇത് അത് അതിൻ്റെ അടുത്ത് ആസി പറഞ്ഞത് ഒക്കെ ചെയ്യണം. ഞാൻ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് എന്നെ കാണിച്ചു തന്നെ നവാസിക്ക മൂവ്മെൻറ്റ് നവാസിക്ക എങ്ങനെയാണ് പരിപാടീസ് എല്ലാം. അപ്പോൾ പിന്നെ ഞാൻ അതനുസരിച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു വർഷം അതിൽ അവർ ഹാപ്പിയായി. അത് കഴിഞ്ഞ് പിന്നെ ഡയറക്ടർ ഞാൻ ചെയ്യണ നവാസിക്ക നിങ്ങൾ എവിടെ കിടക്കും, നിങ്ങളെന്താണ് ഞാൻ ഇതിനകത്ത് നിങ്ങളെ മുഖം കാണിച്ചിട്ടൊരു സാധനം തന്നിട്ടേ വിടുള്ളൂ കേട്ടോ. ഞാൻ സന്തോഷം ആ ചെയ്യിപ്പിക്കണ്ടെന്ന് പറയണത്. അല്ല അതിലൊരു പരിപാടി ഉണ്ട് അടുത്ത പരിപാടിയിൽ എന്തായാലും നമുക്കുണ്ടാവും. ഗംഭീര പരിപാടിയായിരിക്കും. സിനിമയാണ്. പിന്നെ നമുക്കിതൊന്നും പറയാൻ പറ്റില്ല. അവർ പറയുന്നു അവർക്ക് അത് ഇഷ്ടം തോന്നിയതുകൊണ്ട്
ഭയങ്കര ടൈമിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നു. എന്താണേലും കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് നമുക്ക് മുമ്പോട്ട് വിടാം. ഒരുപാട് പേര് ഇപ്പം എൻ്റെ വീട് മഞ്ഞുമ്മലാണ്. ഈ ഏലൂർ വഴി പോകുമ്പോൾ നമുക്ക് മെയിനായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഏലൂർ ജോർജും, രണ്ട് നാദൃശിക്ക് വർക്ക് ചെയ്ത കമ്പനിയാന്ന് പറയും. അതായത് എൻ്റെ വാപ്പിച്ച് അവിടെയായിരുന്നു വർക്ക് ചെയ്തത്, കാർബറാണ്ടം. അവിടെ ഈ കാർബറാണ്ടം വട്ടേക്കുന്ന്. അപ്പോൾ ഈ വാപ്പിച്ച് മരിച്ചതിന് ശേഷം 18 വയസ്സ് ആയിട്ടുണ്ടായില്ല ക്യാക്ക്. അപ്പോൾ ക്യാക്ക് അങ്ങനെ പെട്ടെന്നൊരു പണി എടുക്കാന്ന് പറഞ്ഞ ഷവ്വല് വെച്ച് കൂരി അങ്ങനെ ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞ നേരെ ഇറങ്ങേണ്ടി വന്നു. ഇറങ്ങി ചെയ്തു. പുള്ളിക്ക് ശ്വാസം മുട്ടലായി. അങ്ങനെ അത് ശരിക്കും അവിടെ ഒരു അതിനെ ബേസ് ചെയ്തിട്ട് ക്യാൻസർ എന്തൊക്കെയോ ഇങ്ങനെ പറയണേക്ക പണ്ട് ക്യാൻസർ ആയിരുന്നു. അന്ന് കെമിക്കൽ ഭയങ്കര ക്യാക്ക് പറ്റാണ്ടായി, പാടാൻ പറ്റാണ്ടായി, ഒന്നിനും പോകാൻ പറ്റാണ്ടായി. അവിടെ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു കുറേ നാളത്തേക്ക്. എന്നാലും കഷ്ടിച്ച് കണ്ടമാനം പിടിച്ചു നിന്നു. ഓക്കെ ബ്രോ, അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരെയാണ്. അടിപൊളിയാണ്.